വിദേശ തീർത്ഥാടകർക്ക് നേരിട്ട് ഉംറ വിസയ്ക്ക് അപേക്ഷിക്കാനുള്ള സൗകര്യം ഒരുക്കി സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയം. നുസുക് വെബ്സൈറ്റ് വഴി വിസയ്ക്ക് പുറമെ ഉംറ പാക്കേജും തിരഞ്ഞെടുക്കാം. ഇടനിലക്കാരില്ലാതെ വിദേശ തീർത്ഥാടകർക്ക് നേരിട്ട് ഉംറ വിസയ്ക്ക് അപേക്ഷിക്കാനുള്ള സൗകര്യമാണ് സൗദി ഹജ്ജ് ഉംറ മന്ത്രാലയം ഒരുക്കിയിരിക്കുന്നത്. umrah.nusuk.sa എന്ന വെബ്സൈറ്റ് വഴിയാണ് പുതിയ സൗകര്യമുള്ളത്. ഉംറ വിസയ്ക്ക് പുറമെ സൗദിയിലെ താമസം, ഭക്ഷണം, യാത്ര തുടങ്ങിയവ ഉൾക്കൊള്ളുന്ന പാക്കേജുകളും ഇതുവഴി തീർത്ഥാടകർക്ക് തിരഞ്ഞെടുക്കാം. അപേക്ഷ സമർപ്പിക്കുന്നത് മുതൽ ഉംറ വിസ ലഭിക്കുന്നതുവരെയുള്ള എല്ലാ സേവനങ്ങളും ഓൺലൈൻ വഴി തന്നെ പൂർത്തിയാക്കാം. പണം അടയ്ക്കാനുള്ള സൗകര്യവും ഇതിലുണ്ട്. സേവനങ്ങൾക്കനുസരിച്ച് പാക്കേജ് നിരക്കിലും മാറ്റമുണ്ട്. 4,600 റിയാൽ മുതൽ 13,000 റിയാൽ വരെയുള്ള പാക്കേജുകൾ ഇപ്പോൾ വെബ്സൈറ്റിൽ കാണിക്കുന്നുണ്ട്. 3 ദിവസം മുതൽ 10 ദിവസം വരെയുള്ള പാക്കേജുകളുണ്ട്. ഉംറയും മദീന സന്ദർശനവും മക്ക മദീന പ്രദേശങ്ങളിൽ ചരിത്ര സ്ഥലങ്ങളിലെ സന്ദർശനവുമെല്ലാം ഉൾക്കൊള്ളുന്നതാണ് പുതിയ പദ്ധതി. വിഷൻ 2030 ഭാഗമായി തീർത്ഥാടകർക്ക് മെച്ചപ്പെട്ട സൗകര്യമൊരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ സേവനം ആരംഭിച്ചത്. ജലീൽ കണമകലം, 24 ജിദ്ദ. സൗദി അറേബ്യയിൽ വാഹനാപകടത്തിൽ ഒരു മലയാളി ഉൾപ്പെടെ 4 പേർ മരിച്ചു. മലപ്പുറം വണ്ടൂർ വാണിയമ്പലം സ്വദേശി ബിഷർ ആണ് മരിച്ചത്. ഇന്നലെ രാത്രിയായിരുന്നു അപകടം. സൗദിയിലെ റിയാദിൽ നിന്ന് ഏതാണ്ട് 100 കിലോമീറ്റർ അകലെ ഖർജിനടുത്ത ദിലം എന്ന സ്ഥലത്തായിരുന്നു അപകടം. ഇന്നലെ രാത്രി സൗദി സമയം ഏതാണ്ട് 10 മണിക്ക് മലയാളി ഉൾപ്പെടെയുള്ള സംഘം സഞ്ചരിച്ച ഹൈലക്സ് പിക്കപ്പ് വാഹനം ഒരു ട്രെയിലറുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. 3 സുഡാൻ പൗരന്മാരും ഒരു മലയാളിയും അപകടത്തിൽ മരിച്ചു. മലപ്പുറം വണ്ടൂർ വാണിയമ്പലം കാരാടിനടുത്ത പാലമടം സ്വദേശിയായ മോയ്ക്കൽ ബിഷറാണ് മരിച്ച മലയാളി. 29 വയസ്സായിരുന്നു. ഒരു സ്വകാര്യ സർവേ കമ്പനിയിൽ ജോലി ചെയ്യുകയായിരുന്നു ബിഷർ. മോയ്ക്കൽ ഉമർ സൽമത്ത് ദമ്പതികളുടെ മകനാണ്. പിതാവ് ഉമർ മരിച്ച മകന്റെ കൂടെ തന്നെ സൗദിയിൽ ജോലി ചെയ്യുകയാണ്. മാതാവും ഇപ്പോൾ സൗദിയിലുണ്ട്. മൃതദേഹം ദിലം ജനറൽ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. മൃതദേഹം മറവ് ചെയ്യുന്നതുൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾക്കായി ബന്ധുക്കളും ജോലി ചെയ്യുന്ന കമ്പനിയും പൊതുപ്രവർത്തകരും രംഗത്തുണ്ട്. റിയാദ് ഹൂത്ത റോഡിൽ ഖർജിൽ നിന്നും ഏതാണ്ട് 20 കിലോമീറ്റർ അകലെയാണ് അപകടം നടന്ന സ്ഥലം. 24 റിയാദ്. ഖത്തറിൽ ഉപഭോക്തൃ സംരക്ഷണ നിയമം ലംഘിച്ച സ്ഥാപനത്തിനെതിരെ ഖത്തർ വാണിജ്യ വ്യവസായ മന്ത്രാലയത്തിന്റെ നടപടി. കേടായ ഭക്ഷ്യോൽപ്പന്നങ്ങൾ പാക്ക് ചെയ്ത് വിപണിയിൽ എത്തിച്ച ഫ്രഷ് ഫീൽ ഫുഡ് കമ്പനിയാണ് 1 മാസത്തേക്ക് അടപ്പിച്ചത്. ഉറവിടം വ്യക്തമാക്കാത്ത ഭക്ഷ്യവസ്തുക്കൾ പാക്ക് ചെയ്ത് റീറ്റെയിൽ മാർക്കറ്റിൽ വിൽപ്പന നടത്തിയത് ഗുരുതര നിയമലംഘനമാണെന്ന് മന്ത്രാലയം ഔദ്യോഗിക അക്കൗണ്ടിൽ അറിയിച്ചു. പൊതുജനങ്ങളുടെ ആരോഗ്യ സുരക്ഷാ കാര്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ലെന്നും ഇത്തരം നിയമലംഘനങ്ങൾ കണ്ടെത്തുന്ന സ്ഥാപനങ്ങൾക്കെതിരെ കർശന നടപടി തുടരുമെന്നും മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി. മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധിയുടെ ജന്മദിനത്തോടനുബന്ധിച്ച് OICC ഇൻഗാസ് ഖത്തർ സെൻട്രൽ കമ്മിറ്റി ഏർപ്പെടുത്തിയ പ്രഥമ രാജീവ് ഗാന്ധി സദ്ഭാവന പുരസ്കാരം ചാണ്ടി ഉമ്മന് 22-ന് തുമാമ ഒലീവ് ഇന്റർനാഷണൽ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന സദ്ഭാവന ദിനാചരണ സമ്മേളനത്തിൽ പുരസ്കാരം വിതരണം ചെയ്യും. പൊതുരംഗത്ത് മികച്ച സംഭാവന നൽകിയ പൊതുജന സേവകനെയാണ് പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്തത്. JS അടൂർ, എൽവിസ് ചുമാർ ഉൾപ്പെടെയുള്ള 5-അംഗ ജൂറിയാണ് ചാണ്ടി ഉമ്മനെ പുരസ്കാരത്തിനായി തിരഞ്ഞെടുത്തത്. ദോഹയിൽ ചേർന്ന വാർത്താ സമ്മേളനത്തിൽ OICC ഇൻഗാസ് ഖത്തർ അഡ്വൈസറി ബോർഡ് ചെയർമാനും ജൂറി അംഗവുമായ ജോൺ ഗിൽബർട്ട്, സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി ശ്രീജിത്ത് S നായർ, ട്രഷറർ ജോർജ് അഗസ്റ്റിൻ, വർക്കിംഗ് പ്രസിഡന്റുമാരായ ജൂട്ടസ് പോൾ, ജീസ് ജോസഫ്, നാസർ വടക്കേക്കാട് എന്നിവർ പങ്കെടുത്തു. ന്യൂയോർക്ക് സോഷ്യൽ ക്ലബിന്റെ അന്താരാഷ്ട്ര വടംവലി മത്സരം ഓഗസ്റ്റ് 21-ന് നടക്കും. റോക്ക്ലാൻഡ് കൗണ്ടിയിലെ സ്റ്റോണി പോയിന്റിലുള്ള ജ്ഞാനായ കമ്മ്യൂണിറ്റി സെന്ററിലെ ഔട്ട്ഡോർ ട്രാക്കിലാണ് ഈ വർഷത്തെ വടംവലി മത്സരം. പിടിമുറുക്കി എതിരാളികൾക്ക് പരാജയത്തിന്റെ പങ്കുവീതമെടുക്കുന്ന വടംവലി എന്ന കായിക മാമാങ്കത്തിന് നിങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു. 15ഓളം ടീമുകൾ പങ്കെടുക്കുന്ന അന്താരാഷ്ട്ര വടംവലി മത്സരത്തിന്റെ തയ്യാറെടുപ്പുകൾ പൂർത്തിയായതായി സംഘാടകർ അറിയിച്ചു. UK, കാനഡ കൂടാതെ അമേരിക്കയിലെ വിവിധ സ്റ്റേറ്റുകളിൽ നിന്നുള്ള ടീമുകളാണ് എത്തുന്നത്. അമേരിക്കയിലെ തന്നെ ഏറ്റവും മനോഹരവും സൗകര്യപ്രദവുമായ വടംവലി കോർട്ടാണ് ന്യൂയോർക്ക് സോഷ്യൽ ക്ലബ്ബ് ഒരുക്കിയിരിക്കുന്നത്. വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. ട്രൈ സ്റ്റേറ്റ് ഡാൻസ് കമ്പനിയുടെയും സോഷ്യൽ ക്ലബ് അംഗങ്ങളുടെയും ബോളിവുഡ് ഡാൻസ്, വല്ലടൻ DJ പ്രോഗ്രാംസ്, ലോങ് ഐലൻഡ് താളലയം അവതരിപ്പിക്കുന്ന ശിങ്കാരിമേളം തുടങ്ങി എന്റർടൈൻമെന്റ് പരിപാടികളും ഒരുക്കിയിട്ടുണ്ട്. ഒന്നാം സമ്മാനം $501, രണ്ടാം സമ്മാനം $201 ഉൾപ്പെടെ വിജയികളെ കാത്തിരിക്കുന്നത് സമ്മാന പെരുമഴയാണ്.
This is Mithu Mamatsan signing off from Mexico 24, USA. അറേബ്യൻ സുഗന്ധ വിപണിയിൽ ലോകോത്തര ഗുണനിലവാരമുള്ള പെർഫ്യൂം വൈവിധ്യങ്ങൾ സമ്മാനിച്ച ഊദ് വേൾഡിന്റെ 19th ഷോറൂം ഒമാനിൽ പ്രവർത്തനം ആരംഭിക്കുന്നു. മബേല മാൾ ഓഫ് മസ്കറ്റിന് സമീപം നാളെ വൈകിട്ട് 5 മണിക്ക് പുതിയ ബ്രാഞ്ച് ഉദ്ഘാടനം ചെയ്യുമെന്ന് മാനേജ്മെന്റ് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പെർഫ്യൂം പ്രേമികളുടെ ഇഷ്ട കളക്ഷനുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ സ്വന്തമാക്കാനുള്ള സുവർണാവസരം ഒരുക്കുകയാണ് ഊദ് വേൾഡ്. അതോടൊപ്പം അന്താരാഷ്ട്ര വിപണിയിലെ അതിപ്രശസ്ത ബ്രാൻഡുകളുടെ സുഗന്ധം ഒട്ടും തനിമ നഷ്ടമാകാതെ ശാസ്ത്രീയമായ രീതിയിൽ കൃത്യതയോടെ മിക്സ് ചെയ്ത് ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുകയും ചെയ്യും. 100% സംതൃപ്തരായ ഉപഭോക്താക്കളാണ് ഊദ് വേൾഡിന്റെ അഭിമാനമെന്നും വൈവിധ്യമാർന്ന കളക്ഷനുകളും ഉയർന്ന ക്വാളിറ്റിയും മികവുറ്റ വിൽപ്പനാനന്തര സേവനവും തന്നെയാണ് കുറഞ്ഞ കാലയളവ് കൊണ്ട് ഊദ് വേൾഡ് ഉൽപ്പന്നങ്ങൾക്ക് ഉപഭോക്താക്കൾക്കിടയിൽ മികച്ച സ്വീകാര്യത നേടാനായതെന്നും മാനേജ്മെന്റ് പറഞ്ഞു. മൊബൈലയിലെ പുതിയ ഷോറൂം ഉദ്ഘാടനത്തിന്റെ ഭാഗമായി വ്യത്യസ്തമായ ഓഫറുകളും വിലയേറിയ സമ്മാനങ്ങളുമാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത്. വെറൈറ്റി ഓഫ് കളക്ഷൻസും വേൾഡ് ക്ലാസ് പെർഫ്യൂംസും ഏറ്റവും മികച്ച രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി വൈഡ് റേഞ്ച് ഓഫ് കളക്ഷൻസ്, ബെസ്റ്റ് പ്രൈസസും ബെസ്റ്റ് ഓഫേഴ്സുമുണ്ട്. 5 iPhone ഗിവ് അവേ ആയിട്ട് കൊടുക്കുകയാണ്. മിനിമം പർച്ചേസ് 10 റിയാൽ ചെയ്യുന്ന വ്യക്തികൾക്ക് അതിൻ്റെ ഭാഗമാണ്. മിഡിൽ ഈസ്റ്റിലെ ഊദ് വേൾഡിന്റെ സുഗന്ധ പ്രയാണത്തിന് UAE, ഒമാൻ ഉൾപ്പെടെയുള്ള GCC രാജ്യങ്ങൾ സമാനതകളില്ലാത്ത പിന്തുണയും സഹകരണവുമാണ് നൽകിയതെന്ന് ഊദ് വേൾഡ് മാനേജിംഗ് ഡയറക്ടർ സംജീർ യൂസഫ് അലി അഭിപ്രായപ്പെട്ടു. ലോകത്തെവിടെയുമുള്ള സുഗന്ധപ്രേമികൾക്ക് ഊദ് വേൾഡ് ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കുന്നതിനും ഊദ് വേൾഡ് പെർഫ്യൂമുകളിലെ വൈവിധ്യങ്ങളെക്കുറിച്ച് അറിയുന്നതിന് ഊദ് വേൾഡിന്റെ കസ്റ്റമർ കെയർ സേവനവും ലഭ്യമാണെന്നും അധികൃതർ അറിയിച്ചു. ഊദ് വേൾഡ് മാനേജിംഗ് ഡയറക്ടർ സജീർ യൂസഫ് അലി, ഡയറക്ടർമാരായ നിസാർ യൂസഫ് അലി, ഷമീമ സംജീർ, മൊയ്തീൻ വട്ടംകണ്ടത്തിൽ, ഇല്യാസ്, ഊദ് വേൾഡ് മീഡിയ വിംഗ് VK ഷബീൻ, EV സലാം എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. 24 ഒമാൻ. +2 പരീക്ഷയിൽ സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് വിഭാഗങ്ങളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവർക്കായി സംസ്കൃതി ഖത്തർ ഏർപ്പെടുത്തിയ സംസ്കൃതി എക്സലൻസ് അവാർഡ് ഓഗസ്റ്റ് 22 ദോഹയിൽ വിതരണം ചെയ്യും. സംസ്കൃതി ഖത്തർ പ്രഥമ പ്രസിഡന്റ് അഡ്വക്കേറ്റ് A മുഷാബിന്റെ പേരിലാണ് പുരസ്കാരം. SSLC, +2 പരീക്ഷകളിൽ വിജയം നേടിയ സംസ്കൃതി അംഗങ്ങളുടെ മക്കൾക്കായി എല്ലാ വർഷവും നൽകി വരുന്ന ആദരവും ഇതോടനുബന്ധിച്ച് നടക്കും. വൈകിട്ട് 6 മണിക്ക് അൽ അഷ്ബാൽ സ്കൂളിൽ നടക്കുന്ന പരിപാടി കേരളത്തിന്റെ മുൻ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഡോക്ടർ KT ജലീൽ ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇന്ത്യൻ എംബസി ഫസ്റ്റ് സെക്രട്ടറി ഹരീഷ് പാണ്ഡെ മുഖ്യാതിഥിയായിരിക്കും. സയൻസ് വിഭാഗത്തിൽ അനീന മരിയ കുര്യാക്കോസ്, കൊമേഴ്സ് വിഭാഗത്തിൽ മലിഹ മുംതാസ് നജീബ്, ഹ്യൂമാനിറ്റീസ് വിഭാഗത്തിൽ ജിയ മറിയ ജൂഡ് എന്നിവരാണ് പുരസ്കാരത്തിന് അർഹരായത്. 3 പേരും ദോഹ MES ഇന്ത്യൻ സ്കൂൾ വിദ്യാർത്ഥിനികളാണ്. സംസ്കൃതി മുൻ സെക്രട്ടറി EM സുധീർ സ്വാഗതം പറഞ്ഞു. സംസ്കൃതി കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ ജലീൽ AK, അഹമ്മദ് കുട്ടി അറളയിൽ, സാഡ് സാമുവൽ, ശ്രീനാഥ് ശങ്കരൻകുട്ടി, അനീഷ് VM എന്നിവർ പങ്കെടുത്തു. ജിദ്ദയിൽ പ്രവാസി ബാർബേഴ്സ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ 5ാമത് സെവൻസ് ഫുട്ബോൾ ടൂർണമെന്റ് സംഘടിപ്പിച്ചു. മാധ്യമപ്രവർത്തകൻ ജലീൽ കണ്ണമംഗലം ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു. ഫൈനൽ മത്സരത്തിൽ ഫിനിക്സ് FCയെ ഏകപക്ഷീയമായ 1 ഗോളിന് തോൽപ്പിച്ച് എവർഷൈൻ FC കിരീടം സ്വന്തമാക്കി. സാദത്ത് കരുവാരക്കുണ്ട്, സമീർ ഹെയർ ക്ലബ് ഗഫൂർ, മുസ്തഫ ചേളാരി, മുസ്തഫ കോട്ടയിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. ജർമ്മനിയിലെ മലയാളി കമ്മ്യൂണിറ്റി സ്റ്റുട്ട്ഗാർട്ടിന്റെ ആഭിമുഖ്യത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന മലയാളം ക്ലാസുകൾ 1 വർഷം പൂർത്തിയാക്കി. മലയാള ഭാഷാ പഠനവും കേരളത്തിന്റെ സാംസ്കാരിക പരിചയവും പ്രവാസികളായ കുട്ടികളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് 1 വർഷം മുൻപ് ക്ലാസുകൾ ആരംഭിച്ചത്. 6 മുതൽ 10 വയസ്സുവരെയുള്ള കുട്ടികൾക്കായി ഔട്ട്ഡോർ ക്ലാസുകളും തണുപ്പ് കാലത്ത് ഓൺലൈൻ ക്ലാസുകളും വിജയകരമായി നടത്താൻ സാധിച്ചതിൽ ഒരുപാട് ചാരിതാർത്ഥ്യമുണ്ടെന്ന് MCS ഭാരവാഹികൾ അറിയിച്ചു. കേരള സർക്കാരിന്റെ മലയാളം മിഷൻ പദ്ധതിയുടെ ഔദ്യോഗിക അംഗീകാരത്തോടെ നടക്കുന്ന മലയാളം ക്ലാസുകളിൽ ആതിര, ശാലു, സജന നിസി, ശ്രുതി P എന്നിവരാണ് അധ്യാപകർ. മാതൃഭാഷയോടുള്ള ബന്ധം നിലനിർത്താനും വരും തലമുറയ്ക്ക് മലയാള ഭാഷയിലുള്ള പാണ്ഡിത്യം ഉറപ്പുവരുത്തുന്നതിനും ക്ലാസുകൾ ഗുണം ചെയ്യുന്നുണ്ടെന്ന് കോർഡിനേറ്റർമാരായ അനീഷ്, രതീഷ് പനമ്പള്ളി, ഫൈസൽ എന്നിവർ അറിയിച്ചു. സൗദിയിലെ അൽക്കോബാറിൽ മലയാളിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. നിലമ്പൂർ പോത്തുകല്ല് വെള്ളിമ്പിയംപാടം സ്വദേശി റിജിൻ മത്തായിയാണ് മരിച്ചത്. 3 ദിവസമായി ഫോൺ ബന്ധമില്ലാത്ത സാഹചര്യത്തിൽ കമ്പനി പ്രതിനിധികൾ അന്വേഷിച്ചപ്പോഴാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഉടൻ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു. മൃതദേഹം ദമാം സെൻട്രൽ ആശുപത്രിയിലേക്ക് മാറ്റി. ഹൃദയാഘാതമായിരിക്കാം മരണകാരണമെന്നാണ് സംശയം.
സമാധാന ശ്രമങ്ങൾക്ക് തിരിച്ചടിയായി ഗസ പിടിച്ചെടുക്കാനുള്ള പദ്ധതിക്ക് ഇസ്രായേൽ പ്രതിരോധ മന്ത്രാലയത്തിന്റെ അനുമതി. വെടിനിർത്തലിനായുള്ള ഖത്തറിന്റെ നിർദ്ദേശം ഹമാസ് അംഗീകരിച്ചതിന് പിന്നാലെയാണ് പദ്ധതിക്ക് ഇസ്രായേൽ അനുമതി നൽകിയത്. അധിനിവേശ വെസ്റ്റ് ബാങ്കിൽ ഇസ്രായേലി കുടിയേറ്റക്കാരെ താമസിപ്പിക്കാനുള്ള പദ്ധതിക്കും അംഗീകാരം. പദ്ധതികൾ നാളെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ അംഗീകാരത്തിനായി സമർപ്പിക്കും. ഗസ പിടിച്ചെടുക്കുന്നതിനായുള്ള സൈനിക നടപടികൾക്കായി 60,000 സൈനികരെ പുതുതായി വിന്യസിക്കുമെന്നാണ് ഇസ്രായേൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. സെപ്റ്റംബർ 2-ാം തീയതിയോടുകൂടി 50,000-ഓളം റിസർവ് സൈനികരോട് ഡ്യൂട്ടിക്ക് ഹാജരാകാനും ബാക്കിയുള്ളവരോട് നവംബർ-ഡിസംബർ കാലയളവിലും 2026 ഫെബ്രുവരി-മാർച്ച് കാലയളവിലും ഹാജരാകാനുമാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സിന്റെ 5 വിഭാഗങ്ങളാകും ഗസ പിടിച്ചെടുക്കുന്നതിനായി നിയോഗിക്കപ്പെടുകയെന്നാണ് വിവരം. ആക്രമണത്തിനായുള്ള തയ്യാറെടുപ്പ് ഇതിനകം ആരംഭിച്ചതായും ഗസ നഗരത്തിന്റെ പ്രാന്തപ്രദേശങ്ങളിൽ ആക്രമണം തുടരുന്നതായും സൈന്യം അറിയിച്ചു. അതിനിടെ ഗസയിൽ നിന്നും കുടിയിറക്കപ്പെടാൻ പോകുന്ന 10 ലക്ഷത്തോളം വരുന്ന ഫലസ്തീനുകാർക്കായി ഗസയുടെ തെക്ക് ഭാഗത്ത് മാനുഷിക അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചതായി IDF വ്യക്തമാക്കി. ഗസയിൽ നിന്നും തെക്കൻ പ്രദേശങ്ങളിലേക്ക് ഫലസ്തീനുകാരുടെ പലായനം ആരംഭിച്ചതായി റിപ്പോർട്ടുകളുണ്ട്. സ്വയം ഒഴിഞ്ഞു പോകാൻ ഒക്ടോബർ 7 വരെ സമയം നൽകുമെന്നും പിന്നീട് IDF നഗരം വളയുമെന്നുമാണ് പ്രതിരോധ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുള്ളത്. എന്നാൽ ഹമാസുമായി വെടിനിർത്തൽ, ബന്ദി കൈമാറ്റ ധാരണ ഉണ്ടാകുന്ന പക്ഷം ഗസ പിടിച്ചെടുക്കലിൽ നിന്നും ഇസ്രായേൽ പിന്മാറിയേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക് 24. യുവ നേതാവിനെതിരെ ആരോപണവുമായി പുതുമുഖ നടി റിനി ആൻ ജോർജ്. യുവ നേതാവിൽ നിന്ന് ദുരനുഭവമുണ്ടായി, അശ്ലീല സന്ദേശങ്ങൾ അയച്ചു, പാർട്ടി നേതാക്കളോട് പരാതി പറഞ്ഞിട്ട് നടപടിയുണ്ടായില്ലെന്നും റിനി ആൻ ജോർജ് പറഞ്ഞു. എനിക്ക് ഒരു യുവ നേതാവിൽ നിന്ന് മോശമായിട്ടുള്ള ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് അശ്ലീല സന്ദേശങ്ങൾ അയക്കുക, അങ്ങനെയൊക്കെയുള്ള ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. വലിയ ഗൗരവമാണ്. കാരണം ഇങ്ങനെ ഒരു നേതൃത്വത്തിൽ ഇരിക്കുന്ന വ്യക്തി ഒരുപാട് പേർക്ക് ഇങ്ങനെ ശല്യമായി മാറുന്നു, എന്നിട്ട് ആ വ്യക്തിനെ പല സ്ഥാനങ്ങളിൽ എത്തിക്കുന്നു എന്നൊക്കെ പറയുന്നത് വലിയൊരു സംരക്ഷണ സംവിധാനം തന്നെ ഈ വ്യക്തിക്കുണ്ട്. സമൂഹ മാധ്യമം വഴിയാണ് യുവനേതാവുമായി പരിചയം. ഫെബ്രുവരിയിലാണ് ഏറ്റവും ഒടുവിൽ സന്ദേശം അയച്ചത്. തനിക്ക് പിതൃതുല്യനായ പ്രതിപക്ഷ നേതാവിനോട് ഉൾപ്പെടെ പരാതി പറഞ്ഞു. പരാതിയായി ഇക്കാര്യം ഉന്നയിച്ചപ്പോൾ പല വിഗ്രഹങ്ങളും ഉടഞ്ഞു. ഒരു രാഷ്ട്രീയ നേതാവിനോട് പരാതി പറഞ്ഞപ്പോൾ അത് അവന്റെ മിടുക്ക് എന്നായിരുന്നു മറുപടി. ആ പ്രസ്ഥാനത്തിലുള്ള നേതാക്കന്മാരുടെ ഭാര്യമാർക്കും പെൺമക്കൾക്കും വരെ ഇയാളിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു. എന്നിട്ട് എന്തുകൊണ്ടാണ് സ്വന്തം ഭാര്യയെയും സ്വന്തം മകളെയും സംരക്ഷിക്കാൻ കഴിയാത്ത ഈ രാഷ്ട്രീയ നേതാക്കന്മാർ ഏത് സ്ത്രീയെ സംരക്ഷിക്കുമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഞാനിനിയിപ്പോൾ പേര് പറഞ്ഞ് മുന്നോട്ട് പോയാലും ഒരു നീതി കിട്ടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നു? ഇതിൽ തന്നെ ഒരാൾ എൻ്റെ അടുത്ത്, ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തി തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് അവന്റെ മിടുക്കായിട്ട് മാത്രമേ കാണാൻ സാധിക്കൂവെന്ന്. നേതാവിൽ നിന്നും നിരവധി സ്ത്രീകൾക്ക് മോശമായ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇത് തുറന്നു പറയാൻ സ്ത്രീകൾ തയ്യാറാകണം. സമൂഹമാധ്യമങ്ങളിൽ യുവനേതാവിനെക്കുറിച്ച് പല ആരോപണങ്ങളും വരുന്നു. ഈ സാഹചര്യത്തിലാണ് തുറന്നു പറയാമെന്ന് തീരുമാനിച്ചത്. മോശമായി പെരുമാറിയ യുവനേതാവിന്റെ പേര് പറയാൻ ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല. ധാർമ്മികതയുണ്ടെങ്കിൽ നേതൃത്വം ഇടപെടണമെന്നും റിനി ആൻ ജോർജ് പറഞ്ഞു. 24 കൊച്ചി. യുവനടിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ പാലക്കാട് ഓഫീസിലേക്ക് BJPയുടെ പ്രതിഷേധം. MLA ഓഫീസിലേക്ക് BJP പ്രവർത്തകർ മാർച്ച് നടത്തി. പ്രതിഷേധ മാർച്ച് പോലീസ് തടഞ്ഞു. ജയിലിലാകുന്ന മന്ത്രിമാരെ പുറത്താക്കുന്നതിനുള്ള ഭരണഘടനാ ഭേദഗതി ബിൽ സംയുക്ത പാർലമെന്ററി സമിതിയിലേക്ക്. പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധങ്ങൾക്കും നാടകീയ രംഗങ്ങൾക്കുമിടയിലാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ബിൽ അവതരിപ്പിച്ചത്. കയ്യേറ്റം ആരോപിച്ച് ഭരണപക്ഷവും പ്രതിപക്ഷവും രംഗത്തെത്തി. ഭാരത് കെ സംവിധാൻ കാ സംശോധൻ करने वाले विधेयक को 5 വർഷമോ അതിൽ കൂടുതലോ ശിക്ഷ ലഭിക്കാവുന്ന കുറ്റത്തിന് 30 ദിവസം ജയിൽ കഴിയുന്ന മന്ത്രിമാർക്ക് സ്ഥാനം നഷ്ടമാകുന്ന ഭരണഘടനാ ഭേദഗതി ബില്ലാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ലോക്സഭയിൽ അവതരിപ്പിച്ചത്. പ്രധാനമന്ത്രിയും മുഖ്യമന്ത്രിമാരും ബില്ലിന്റെ പരിധിയിൽ വരും. അവതരണത്തിനിടെ ബില്ലിന്റെ പകർപ്പ് പ്രതിപക്ഷം കീറിയെറിഞ്ഞു. ബിൽ ജനാധിപത്യ വിരുദ്ധവും പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ ലക്ഷ്യം വെക്കുന്നതാണെന്നും പ്രതിപക്ഷം കുറ്റപ്പെടുത്തി. ധാർമ്മികതയാണ് വിഷയമെങ്കിൽ അമിത്ഷാ എങ്ങനെ ആഭ്യന്തരമന്ത്രിയാകുമെന്ന് KC വേണുഗോപാൽ ചോദിച്ചു. ആരോപണമുയർന്ന സമയത്ത് താൻ രാജിവെച്ചെന്ന് KC വേണുഗോപാലിന് അമിത്ഷായുടെ മറുപടി. मैंने नैतिकता के मूल्यों का हवाला देकर इस्तीफा भी दिया और जब तक
സഭയുടെ നടുത്തരത്തിലിറങ്ങിയ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിലെ തർക്കം കയ്യാങ്കളിയുടെ വക്കോളമെത്തി. 31 അംഗ സംയുക്ത പാർലമെന്ററി സമിതി ബിൽ പരിഗണിക്കും. 24 ഡൽഹി. ഔദ്യോഗിക വസതിയിലെ ജനസമ്പർക്ക പരിപാടിക്കിടെ ഡൽഹി മുഖ്യമന്ത്രി രേഖാ ഗുപ്തയ്ക്ക് നേരെ ആക്രമണം. പരാതി നൽകാനെന്ന വ്യാജന എത്തിയ ഗുജറാത്ത് സ്വദേശി രാജേഷ് കിംജിയാണ് ആക്രമിച്ചത്. അക്രമിയെ പോലീസ് പിടികൂടി. വധശ്രമത്തിന് കേസെടുത്തു. രാവിലെ 7 മണിക്കും 9 മണിക്കും ഇടയിലാണ് മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടി. വീടിനുള്ളിൽ കയറി ഇയാൾ മുഖ്യമന്ത്രിയുടെ അടുത്തെത്തിയതും കൈകൊണ്ട് തലക്കടിക്കുകയായിരുന്നു. പിടിവലിക്കിടയിൽ രേഖാ ഗുപ്ത നിലത്ത് വീണു. देखा हमने कि चिल्लाने की आवाज़ आई तो देखा तो वो अटैक करने वाला था, उन पे अटैक कर दिया उसने। और मतलब जब वो हाथापाई उसने करी, बाल वाल खींचे उनके साथ, तब तक उनकी सिक्योरिटी भी वहीं थी, उन्होंने पकड़ लिया उसको। नहीं, कुछ वेपन कुछ नहीं था। हाँ, हाथ से ही उसने मारा उनको. 41-കാരനായ രാജേഷ് കിംജി ഗുജറാത്തിലെ രാജ്കോട്ട് സ്വദേശിയാണ്. ഇയാൾക്ക് തെരുവ് നായ്ക്കളോട് അടങ്ങാത്ത സ്നേഹമാണെന്നും അടുത്തിടെ ഡൽഹിയിലെ തെരുവ് നായ്ക്കളെ കൂട്ടിലടയ്ക്കാൻ സുപ്രീം കോടതി ഉത്തരവിട്ടത് രാജേഷിനെ വേദനിപ്പിച്ചിരുന്നെന്നും മാതാവ് പോലീസിനോട് പറഞ്ഞു. ആക്രമണത്തിന് മുമ്പ് പ്രതി മുഖ്യമന്ത്രിയുടെ വസതിക്ക് സമീപം കറങ്ങുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഇന്നലെ മുഖ്യമന്ത്രി പങ്കെടുത്ത മറ്റൊരു പരിപാടിയിലും ഇയാൾ എത്തിയിരുന്നു. സംഭവത്തിൽ ഗൂഢാലോചന ഉണ്ടോ എന്നും വിവിധ അന്വേഷണ ഏജൻസികൾ പരിശോധിക്കുന്നുണ്ട്. രേഖാ ഗുപ്തയ്ക്ക് സാരമായ പരിക്കില്ലെന്ന് ഡോക്ടർമാർ അറിയിച്ചു. 24 ഡൽഹി. രാഷ്ട്രപതി റഫറൻസിൽ കേന്ദ്രത്തോട് നിർണായക ചോദ്യങ്ങളുമായി സുപ്രീം കോടതി. എന്തുകൊണ്ട് ബില്ലുകൾ തടഞ്ഞുവെക്കുന്നുവെന്ന് കേന്ദ്രത്തോട് സുപ്രീം കോടതി. ഭരണഘടനാ കടമ നിറവേറ്റുന്നതിനാണ് ബില്ലുകൾ തടഞ്ഞുവെക്കാൻ ഗവർണർ നിർബന്ധിതനാകുന്നത് എന്നായിരുന്നു കേന്ദ്രത്തിന്റെ മറുപടി. കേസിൽ വാദം തുടരും. രാഷ്ട്രപതി റഫറൻസിൽ ഗവർണറുടെ വിവേചനാധികാരത്തെപ്പറ്റി കേന്ദ്രം വാദമുന്നയിച്ചപ്പോഴാണ് സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ച് നിർണായക ചോദ്യങ്ങൾ ഉന്നയിച്ചത്. ബില്ലുകൾ ഗവർണർമാർ തടഞ്ഞുവെക്കുന്നത് എന്തുകൊണ്ടെന്ന് ഭരണഘടനാ ബെഞ്ച്. ബില്ലുകൾ പുനഃപരിശോധനയ്ക്കായി നിയമസഭയ്ക്ക് അയക്കാതെ അനന്തകാലം തടഞ്ഞുവെക്കാനാകുമോ? തടഞ്ഞുവെക്കൽ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ബില്ലുകൾ തടഞ്ഞുവെച്ചാൽ അതിന് പിന്നീട് എന്താണ് സംഭവിക്കുക? തടഞ്ഞുവെച്ചാൽ അതിന്റെ കാരണം ഗവർണർ വ്യക്തമാക്കാറുണ്ടോ? ബില്ലുകൾ തടഞ്ഞുവെക്കുന്നത് ഭരണഘടനയിൽ അർത്ഥമാക്കുന്നത് എന്തെന്നും ഭരണഘടനാ ബെഞ്ച് കേന്ദ്രത്തോട് ചോദിച്ചു. തടഞ്ഞുവെച്ചാൽ അതിനർത്ഥം ആ ബിൽ ചരമമടഞ്ഞുവെന്നായിരുന്നു കേന്ദ്രത്തിനു വേണ്ടി വാദിച്ച സോളിസിറ്റർ ജനറൽ തുഷാർ മേത്തോയുടെ മറുപടി. അപൂർവങ്ങളിൽ അപൂർവമായാണ് ബില്ലുകൾ തടഞ്ഞുവെക്കുന്നത്. ഭരണഘടനാ കടമ നിറവേറ്റാനായി ഗവർണർമാർ ബില്ല് തടഞ്ഞുവെക്കുന്നതിന് നിർബന്ധിതരാകുന്നുവെന്നും കേന്ദ്രം വാദിച്ചു. ആദ്യമായി അനുമതിക്ക് വരുന്ന ബില്ലുകൾ തടഞ്ഞുവെക്കുന്നത് നിയമനിർമ്മാണ പ്രക്രിയയ്ക്ക് വിപരീത ഫലം നൽകുമെന്നായിരുന്നു ഭരണഘടനാ ബെഞ്ചിന്റെ നിരീക്ഷണം. ഭരണഘടന അനുസരിച്ച് മാത്രമേ വിവേചനാധികാരം പ്രയോഗിക്കാൻ ഗവർണർക്ക് കഴിയുകയുള്ളൂ എന്നും ചീഫ് ജസ്റ്റിസ് BR ഗവായി BR അംബേദ്കറെ ഉദ്ധരിച്ചു പറഞ്ഞു. റഫറൻസിനെ അനുകൂലിക്കുന്നവരുടെ വാദം നാളെയും തുടരും. 24 ഡൽഹി. MSF വർഗീയ സംഘടനയെന്ന SFI നേതാക്കളുടെ വിമർശനത്തിന് പിന്നാലെ ഈ വാദത്തെ പിന്തുണച്ച് KSU നേതാവിന്റെ പ്രതികരണം. MSF മതത്തെ കൂട്ടുപിടിച്ച് രാഷ്ട്രീയം വളർത്തുന്ന ഇത്തിൽ കണ്ണിയെന്ന് KSU കണ്ണൂർ ജില്ലാ സെക്രട്ടറി മുബാസ് CH ഫേസ്ബുക്കിൽ കുറിച്ചു. പേരിന്റെ തുടക്കത്തിലുള്ള മതത്തിന്റെ പേര് തങ്ങളുടെ രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി MSF ഉപയോഗിക്കുന്നുവെന്നാണ് വിമർശനം. കണ്ണൂർ കാരക്കുണ്ട് MM നോളജ് സെന്ററിൽ KSU സ്ഥാനാർത്ഥിയായി മത്സരിക്കേണ്ട വിദ്യാർത്ഥിയെ പള്ളി കമ്മിറ്റി ഉപയോഗിച്ച് മതം പറഞ്ഞ് പിന്മാറാൻ പ്രേരിപ്പിച്ചു എന്നാണ് KSU നേതാവിന്റെ ആരോപണം. 24 സ്റ്റഡി അബ്രോഡിന്റെ ആഭിമുഖ്യത്തിൽ ഈ മാസം 24-ന് കട്ടപ്പന KGS ഹിൽ ടൗൺ ഹോട്ടലിൽ വെച്ച് വിദേശ വിദ്യാഭ്യാസ പ്രദർശനവും സ്പോട്ട് അഡ്മിഷനും. 2026 ജനുവരി ഇൻടേക്കിൽ വിദേശ സർവകലാശാലകളിൽ അഡ്മിഷൻ നേടുന്നതിന് വിദ്യാർത്ഥികൾക്ക് അവസരം ലഭിക്കും. ലോകത്തിലെ പ്രമുഖ യൂണിവേഴ്സിറ്റികളിൽ ഡിഗ്രി, PG, മാസ്റ്റർ ഓഫ് റിസർച്ച്, ഡിപ്ലോമ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ഉറപ്പുവരുത്തുന്നതിനുള്ള സുവർണാവസരമാണ് 24 സ്റ്റഡി അബ്രോഡ് ഒരുക്കുന്നത്. UK, കാനഡ, അയർലൻഡ്, ന്യൂസിലൻഡ്, ഓസ്ട്രേലിയ, USA, ജർമ്മനി, ഫ്രാൻസ്, ഫിൻലൻഡ്, സ്വീഡൻ, നെതർലാൻഡ്സ്, ഡെൻമാർക്ക്, UAE, യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ എന്നിവിടങ്ങളിലെ മികച്ച സർവകലാശാലകളിലേക്കാണ് പ്രവേശനത്തിന് അവസരമൊരുക്കുന്നത്. നഴ്സിംഗ്, മെഡിക്കൽ, ഹോസ്പിറ്റാലിറ്റി, ഫാർമസി റിലേറ്റഡ് കോഴ്സുകൾ, മാനേജ്മെന്റ്, അക്കൌണ്ടിംഗ്, സൈക്കോളജി, IT, ഡേറ്റാ സയൻസ്, സൈബർ സെക്യൂരിറ്റി, കമ്പ്യൂട്ടർ സയൻസ്, റോബോട്ടിക്സ്, ലക്ഷറി മാനേജ്മെന്റ്, ഫാഷൻ ടെക്നോളജി എന്നിങ്ങനെ 1000-ലധികം കോഴ്സുകളിലേക്കുള്ള പ്രവേശനം വിദ്യാർത്ഥികൾക്ക് ലഭ്യമാക്കുന്നു. അഡ്മിഷൻ, വിസ, സ്കോളർഷിപ്പ്, പ്ലേസ്മെന്റ് സപ്പോർട്ട്, വിദ്യാഭ്യാസ വായ്പ, പ്രീ ഡിപ്പാർച്ചർ, ട്രാവൽ സപ്പോർട്ട്, അക്കോമഡേഷൻ, ഫോറക്സ് എന്നീ സേവനങ്ങളും 24 സ്റ്റഡി അബ്രോഡ് വിദ്യാർത്ഥികൾക്കായി ഒരുക്കുന്നു. ഈ മാസം 24-ന് കട്ടപ്പന KGS ഹിൽ ടൗൺ ഹോട്ടലിൽ രാവിലെ 11 മുതൽ വൈകിട്ട് 5 മണി വരെ വിദ്യാർത്ഥികൾക്ക് വിദേശ സർവകലാശാലാ പ്രതിനിധികളെ നേരിട്ട് കണ്ട് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. പ്രവേശനം തികച്ചും സൗജന്യമാണ്. വിശദ വിവരങ്ങൾക്ക്
9001900156, 8001800120 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം. www.24studyabroad.com-ലും വിവരങ്ങൾ ലഭ്യമാണ്. ന്യൂസ് ഡെസ്ക് 24. ഇതോടെ ഗൾഫ് ഫോക്കസ് പൂർത്തിയാവുകയാണ്. ഗുഡ് നൈറ്റ്.